ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 10 കിട്ടിയാൽ 100 മതിയെന്നും 100 കിട്ടിയാൽ സഹസ്രം മതിയെന്നും എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ അന്നും ഇന്നും എന്നും നമ്മെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. യഥാർത്ഥ നിക്ഷേപം എന്താണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന്. 21-ാം വാക്യം: നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ വാക്യം എങ്ങനെ വിശകലനം ചെയ്യും? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ വാക്യം വിശകലനം ചെയ്യാം. ഇത് വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ സ്വാർത്ഥത അതിനകത്ത് കടന്നു വരാം. അങ്ങനെയൊന്നും കടന്നു വരണ്ട. യേശുവിൻ്റെ മനസ്സ് കറക്റ്റായിട്ട് അങ്ങെടുത്താൽ മതി. നിക്ഷേപം എവിടെയോ അവിടെയാണ് ഹൃദയം. ഇവിടെ നിക്ഷേപിക്കണം. നിക്ഷേപിക്കേണ്ടത് യേശുവിൻ്റെ സ്നേഹത്തിലും യേശുവിൻ്റെ കരുണയിലും യേശു സഹായിക്കുന്ന രീതിയിലുമാണ്. അതുപോലെ നല്ല മനസ്സോടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, സാരമില്ല പോട്ടെ എന്നൊക്കെ വെക്ക്. എന്നിട്ട് അവൻ്റെ നിക്ഷേപത്തിൽ നിന്ന് ശക്തി അങ്ങ് സ്വീകരിച്ച് കാര്യങ്ങളങ്ങ് ചെയ്താൽ മതി. കാര്യമൊക്കെ ആകും. മറ്റൊന്നും ചിന്തിക്കരുത്. എല്ലാവർക്കും നല്ല ദിവസം. ദൈവം അനുഗ്രഹിക്കട്ടെ.